ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം എനർജീസ് ആണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. ഈ വീഡിയോ കാണുന്ന എല്ലാ ദിവസവും നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും താങ്ക് യു സോ മച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. നല്ല ശരീരം തന്നതിന്, നല്ല ആരോഗ്യം തന്നതിന്, നല്ല ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ തന്നതിന്, നല്ല മക്കളെ തന്നതിന് ഒക്കെ എല്ലാത്തിനും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തയോടുകൂടി ഇന്നത്തെ റീഡിങ് എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റീഡിങ് നോക്കാം. ടാരോ വെച്ചിട്ട് തന്നെ നിങ്ങൾ മോസ്റ്റ്ലി കുറേ പേര് റിലേഷൻഷിപ്പ് ഇഷ്യൂയിലുള്ള ആളുകളായിരിക്കും അല്ലേ. അപ്പോൾ റിലേഷൻഷിപ്പ് ഇഷ്യൂയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു റിലേഷൻഷിപ്പ് റീഡിങ്, ഒരു 3 കാർഡ്സ്. മണി പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരു 3 കാർഡ്സ്. ദെൻ ഹെൽത്തിന് വേണ്ടിയിട്ട് 3 കാർഡ്സ്. ഓക്കെ, പിന്നെ ജനറലായിട്ടൊരു 3 കാർഡ്സ് അല്ലെങ്കിൽ 4 കാർഡ്സ് അങ്ങനെ എടുക്കാം. അപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ റിലേഷൻഷിപ്പിൻ്റെ കറൻറ്റ് എനർജി ഇന്ന് എന്താണ്? 2 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ കറൻറ്റ് എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് സെർച്ച് ചെയ്യുന്നു എന്നാണ്. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഫോൺ എടുത്ത് നോക്കും, അയാളുടെ DP നോക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അയാളുടെ പ്രൊഫൈലിൽ കയറി നോക്കുന്നുണ്ടാവും, ലാസ്റ്റ് സീൻ നോക്കുന്നുണ്ടാവും, മുൻപ് അയച്ചിട്ടുള്ള ഫോട്ടോസ് സ്ക്രോൾ ഡൗണും സ്ക്രോൾ അപ്പും ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അയാളെ ഇങ്ങനെ സെർച്ച് ചെയ്യുക. ഇനി അയാൾ ഏതെല്ലാം പ്ലാറ്റ്ഫോമിലുണ്ടോ ആ പ്ലാറ്റ്ഫോമിലെല്ലാം നിങ്ങൾ അയാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ സെർച്ച് ചെയ്യണം. അയാളെ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് 2 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്ഡേറ്റുകൾ കാണും. നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ സെർച്ച് ചെയ്യും, അയാളെ ഫോളോ ചെയ്യും. അതുപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ യൂട്യൂബിലാണെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേഷൻഷിപ്പ്, ബ്രേക്കപ്പ്, സെപ്പറേഷൻ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് കാണുക, സാഡ് കോഡ്സ് കാണുക, ടാരോ റീഡിങ്സ് കാണുക, ആസ്ട്രോളജിയിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കുക. അങ്ങനെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് 2 ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ കറൻറ്റ് എനർജി എന്ന് പറയുന്നത്. ഇന്ന് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് എനർജി എന്തായിരിക്കും? നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള കറൻറ്റ് എനർജി എന്തായിരിക്കും? 10 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ ഒരു കാർമിക് സിറ്റുവേഷൻ ആണ്. മോസ്റ്റ് ഓഫ് ദം നിങ്ങളുടെ ഈ റീഡിങ് കാണുന്ന മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ അവരുടെ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കാർമിക് സിറ്റുവേഷനിൽ കൂടെ പോകുന്നതായിട്ടും അതിൻ്റെ ഏറ്റവും പീക്ക് ടൈമിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. 10 ആണ്. അപ്പോൾ ആ സൈക്കിൾ എൻ്റെ പാവുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനൊക്കെ കാണുന്നത്. ഈ പേഴ്സൺ വളരെ ഓവർ ബേർഡൻഡ് ആണ്. അയാളുടെ തലയിൽ അയാൾക്ക് എടുക്കാൻ പറ്റുന്നതിലധികം ബാധ്യത എടുത്ത് വെച്ചിട്ടാണ് ഇയാൾ നടക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഇയാൾ താഴെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇയാളുടെ ഇന്നത്തെ കറൻറ്റ് എനർജി എന്ന് പറയുന്നത് 10 ഓഫ് വാണ്ട്സ് ആണ്. ഇയാൾ ഓവർ ബേർഡൻഡ് ആയിട്ട് ഇരിക്കുന്നു, ഒരുപാട് കർമ്മ എടുത്ത് തലേ വെക്കുന്നുണ്ട് എന്നൊക്കെയാണ് 10 ഓഫ് വാണ്ട് പറയുന്നത്. അയാൾ ഓവർ ബേർഡൻ ആണ്. ആക്ച്വലി ഹീസ് ഫെഡ് അപ്പ്, മേ ബി ബിക്കോസ് ഓഫ് ഹിസ് ഓൺ പ്രോബ്ലംസ്. അയാളുടെ ഓൺ പ്രോബ്ലംസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അയാളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും. അങ്ങനെ സോ മെനി പ്രോബ്ലംസ്, ഒരുപാട് പ്രോബ്ലംസ് തലയിൽ വെച്ചിട്ടാണെന്ന് അയാളുടെ ഒരു എനർജി എന്ന് പറയുന്നത്. എന്താണ് ഇന്നത്തെ രാത്രി ആകുമ്പോഴത്തേക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ ഒരു എനർജി എന്ന് പറയുന്നത്? 10 ഓഫ് കപ്സ് ആണ്. അപ്പം എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദം ദോസ് ഹു ആർ വാച്ചിങ് ദിസ് വീഡിയോ, ഈ വീഡിയോ കാണുന്നതിൽ കൂടുതൽ പേരും എക്സ്ട്രാ മാരിറ്റൽ അഫെയർസ് ഉള്ളവരാണെന്ന് തോന്നുന്നു. കാരണം രാത്രിയാകുമ്പോൾ നിങ്ങളുടെ എനർജി എന്ന് ചോദിക്കുമ്പോൾ ഫാമിലിയാണ്. അപ്പോൾ രാത്രിയാകുമ്പോൾ ഫാമിലിയിലോട്ട് പോകുമ്പം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിലുള്ള ആളല്ലല്ലോ. അപ്പോൾ കൂടുതലും പേർക്കും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ളവരായിരിക്കും. അപ്പോൾ നിങ്ങൾ പകൽ സമയങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് ആലോചിക്കുക, ഇതിനെക്കുറിച്ച് കൂടുതൽ തിങ്ക് ചെയ്ത് വോണ്ടർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിച്ച് ഇങ്ങനെ നടക്കും. എന്നിട്ട് രാത്രിയാകുമ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ പോയിട്ട് കൂടണേ. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആളുകളുടെ ഒരു കറൻറ്റ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത്. അപ്പം ഇന്ന് നിങ്ങൾക്കുള്ള റീഡിങ് എത്തിയല്ലോ. ഇനി ഫിനാൻഷ്യലി വെയിറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് നിങ്ങളുടെ കറൻറ്റ് എനർജി എന്താണ്? 4 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര കടുത്ത നിരാശയാണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നത് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞവരായിരിക്കും. ഓക്കെ, അതായത് വൺസ് നിങ്ങൾ റിച്ച് ആയിരുന്നിരിക്കും, അത് നിങ്ങളുടെ തന്നെ പിടിപ്പ് കേടുകൊണ്ട് അത് പോയിട്ടുണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് അത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതില്ല, പണം നിങ്ങളുടെ കയ്യിലില്ല. നിങ്ങൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, അതിനെ ഓർത്ത് റിഗ്രറ്റ് ചെയ്യുന്നു. ചെയ്തിട്ടുള്ള ഈ പണത്തിനോട് ചെയ്തിട്ടുള്ള തെറ്റുകളെ ഓർത്തിട്ട് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യുന്നു, നിരാശപ്പെട്ടിരിക്കുന്നു എന്നൊക്കെയാണ്. അപ്പം ഇവിടെ ഇനി ഒരു പുതിയ റിസ്ക് എടുക്കാൻ നിങ്ങൾ തയ്യാറല്ല. അതുമല്ല, നിങ്ങൾ പാസ്റ്റിലേക്ക് നോക്കി തന്നെ ഇരിക്കുവാണ്, നിങ്ങളൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. ആപ്പാടെ സാഡായിട്ട് ഇങ്ങനെ കുത്തിയിരിക്കുവാണ്. എഴുന്നേൽക്കുക, നടക്കുക, ഓടുക, ചാടുക, ഇതൊന്നും ചെയ്യുന്നില്ല. നിങ്ങൾ ഇരിക്കുവാണ്. യു ആർ സിംപ്ലി സിറ്റിംഗ് ആൻഡ് തിങ്കിങ്. നിങ്ങൾ വെറുതെ ഇരുന്ന് ചിന്തിക്കുക മാത്രമാണ് ചെയ്യുന്നത്, ആക്ഷനൊന്നും എടുക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ആക്ഷൻ എടുത്താൽ മുന്നോട്ട് പോകാനായിട്ട് പറ്റും.
അപ്പോൾ പാസ്റ്റിൽ നിങ്ങൾ പണക്കാരായിരുന്നു, ഇപ്പം ഇല്ല എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. എൻ്റെ കയ്യിലെ കുഴപ്പം കൊണ്ടാണ് സംഭവിച്ചതെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. ഇനി വാട്ട് നെക്സ്റ്റ് എന്നാണ് നിങ്ങൾ വിചാരിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ കറണ്ട് എനർജി നഷ്ടപ്പെട്ടു പോയ പണത്തിനെ ഓർത്ത് അല്ലെങ്കിൽ സമ്പന്നതയെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നതാണ്. എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? 9 ഓഫ് വാൻഡ്സ്. നിങ്ങൾ പേടിക്കുവാണ്, നിങ്ങൾ പണത്തെ പേടിക്കുന്നുണ്ട്. അപ്പോൾ ആ പേടി ഒഴിവാക്കുക. നിങ്ങൾ ഇന്നത്തെ ദിവസം ആ പണത്തിനെ പേടി ഒഴിവാക്കിയിട്ട് പണത്തിനെ സ്നേഹിക്കുക, പണത്തിന് ഹോപ്പനൊപ്പനോ ചൊല്ലുക, പണത്തിനോട് ചെയ്തിട്ടുള്ള നീതി കഴിഞ്ഞ് ക്ഷമ ചോദിക്കുക. ഇതൊക്കെ ചെയ്യുക, പണത്തിനെ സ്വീകരിക്കാൻ റെഡി ആയിട്ടിരിക്കുക. ഇതാണ് 9 ഓഫ് വാൻഡ്സ്. ഓക്കെ. അപ്പം എന്താണ് നിങ്ങളുടെ ഈ പണവുമായി ബന്ധപ്പെട്ടവരുടെ ഒരു ഇന്നത്തെ ഒരു എനർജി? സൺ കാർഡാണ് കേട്ടോ. അപ്പോൾ പേടിക്കണ്ട, നിങ്ങൾക്ക് പണം വന്ന് ചേരുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടിരിക്കുക. നിങ്ങൾ പോസിറ്റീവായിട്ട് പണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ബ്ലോക്കേജുകളെയും മറികടന്നിട്ട് അതിനെ ഹീൽ ചെയ്യുക. ഇത് ഹീലിങ്ങിൻ്റെ കാർഡാണ്. സൺ കാർഡ് ഹീലിംഗ് ആണ്. പ്യുവർലി ഹീലിംഗ് എല്ലാം കഴിഞ്ഞ് നിങ്ങൾ വെരി ഫ്രഷ് ന്യൂ ബിഗിനിങ്ങിലേക്ക് പോകുന്ന ആളുകളാണ്. അപ്പോൾ ആ ബ്ലോക്കേജ് എല്ലാം മാറിയിട്ട് നിങ്ങൾ വളരെ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുമെന്നാണ് സൺ കാർഡ് പറയുന്നത്. വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ നിങ്ങൾക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾക്ക് കുറേ പണമൊക്കെ കിട്ടാനും നിങ്ങളുടെ കുറച്ച് പ്രോബ്ലംസിന് സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ സൺ കാർഡാണ് ഈ മണി മാറ്റേഴ്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി എന്ന് പറയുന്നത്. ഇനി ഹെൽത്ത് വൈസ് നിൽക്കുന്ന ആളുകളുടെ കറണ്ട് എനർജി, ഹെൽത്ത് കിങ് ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചിലപ്പോൾ അത് മൈൻഡ് ചെയ്യുന്നുണ്ടാവത്തില്ല. ഓക്കെ, ഇത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. പ്രഷർ ഇച്ചിരി കൂടുതലായിരിക്കും, കൊളസ്ട്രോൾ ഇച്ചിരി കൂടുതലായിരിക്കും, ഷുഗർ ഇച്ചിരി കൂടുതലായിരിക്കും. ഇത് കൂടുതലോ കുറവോ ആയിക്കോട്ടെ നിങ്ങൾക്കുണ്ട്, പക്ഷേ നിങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നിങ്ങളിത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം, കൃത്യമായിട്ട് മൈൻഡ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും. എൻ്റെ ഇന്നത്തെ ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് എംബറാണ് കേട്ടോ. കൺട്രോൾ ചെയ്യണം, ഇല്ലെങ്കിൽ അത് പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. അപ്പം ഹെൽത്ത് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ വെൽത്ത്, ഇല്ലെന്നുണ്ടെങ്കിൽ ഫുള്ള് സീറോ ആണ് കേട്ടോ. അപ്പം ഹെൽത്ത് വളരെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് നമ്മളതിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ അതിൻ്റെ കൺട്രോളിലാക്കും. അതാണ് എംബറർ കേട്ടോ. ദെൻ 8 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങൾക്കുള്ളൊരു സൊല്യൂഷൻ എന്ന് വെച്ചാൽ കൃത്യമായി മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്യുക, എന്നിട്ട് ഇതിന് വേണ്ടുന്ന സൊല്യൂഷൻസ് കണ്ടുപിടിച്ച് അതിനെ ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്ക്, പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആളുകൾക്ക്, അതുപോലെ ഹെൽത്ത് വൈസ് പ്രോബ്ലം ഉള്ള ആളുകൾക്കുള്ള ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. ഇനി മൊത്തത്തിലുള്ള ഇന്നത്തെ ഒരു എനർജി എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്ന് മൊത്തത്തിലുള്ളൊരു എനർജി, എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു എനർജി എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഇപ്പം എടുത്ത കാർഡുകളെല്ലാം എല്ലാവർക്കും തന്നെ വാലിഡാണ് കേട്ടോ. കാരണം ഹെൽത്തൊക്കെ എല്ലാവർക്കും വേണ്ടതാണല്ലോ, ഫിനാൻസ് എല്ലാവർക്കും വേണ്ടതാണല്ലോ. പക്ഷേ റിലേഷൻഷിപ്പ് ഇഷ്യൂ ആണ് എല്ലാവർക്കും വേണ്ടാത്തത്. എല്ലാവരും ഒന്നും റിലേഷൻഷിപ്പ് ഇഷ്യൂ കൊണ്ട് വന്നിരിക്കുന്നവരല്ലല്ലോ. ഇനി എന്താണ് ടാരോ പറയുന്നത് നോക്കാം. 8 ഓഫ് പെൻറ്റക്കിൾസ് ആണെന്ന് ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. അതായത് എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടി വരും. ചില കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ എഫേർട്ട് ഇടുക, ഒരു സ്കില്ല് പഠിക്കുക, ആ സ്കില്ലിൽ തന്നെ വീണ്ടും പണിയെടുക്കുക. അപ്പം ആ സ്കില്ല് നിങ്ങൾ നന്നായിട്ട് ഡെവലപ്പ് ആക്കും. അതിൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ പറ്റും. ആ സ്കില്ലിൽ നിന്ന് നിങ്ങൾക്ക് പണം ഏൺ ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് സേവ് ചെയ്യാൻ പറ്റും. അതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. അപ്പം ധാരാളമായി പണിയെടുക്കുക, ധാരാളമായി പണം ഏൺ ചെയ്യുക എന്നുള്ളതാണ് 8 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ ഇന്ന് മൊത്തത്തിൽ കുറച്ചധികം ജോലി ചെയ്യേണ്ടി വരും കേട്ടോ. എക്സ്ട്രാ വർക്ക് ചെയ്യേണ്ടി വരും. കുഴപ്പമില്ല, ഏർണിങ്ങും കൂടെ അതിൻ്റെ കൂടെ ഉണ്ട്. ദെൻ 10 ഓഫ് സോഡ്സ് ആണ്. ഇത് മേ ബി ഒരു വിശ്വാസവഞ്ചന പറ്റുന്നതാവാം. ഓക്കെ, ഇതൊരു 10 ഓഫ് സോഡ് എന്ന് പറയുന്നത് ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡാണ്. പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു നെഗറ്റീവ് കാർഡാണ്. ബാക്ക് സ്റ്റാബിങ് കിട്ടുക, പിന്നീന്ന് കുത്തുക, പിന്നെ വിശ്വാസവഞ്ചന പറ്റുക, ജോലി നഷ്ടപ്പെടുക, പ്രണയ നൈരാശ്യം വരിക, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവുക, ഇതൊക്കെയാണ് 10 ഓഫ് സോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കാരണം കൊണ്ടാവാം, നമ്മുടേതല്ലാത്ത കാരണം കൊണ്ടാവാം നമുക്ക് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ പുറത്തോട്ട് വീഴുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീണ് പോകും. അതായത് വിശ്വാസം ഉണ്ട്, നമ്മൾ പൂർണ്ണമായും വിശ്വസിച്ചിരുന്ന ആളുകൾ വിശ്വാസയോഗ്യരല്ല എന്നറിയുന്നതാവാം, അവർ നമ്മളെ പറ്റിച്ചു എന്നറിയുന്നതാവാം, നമുക്ക് വളരെ വലിയ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുന്നതാവാം, പിന്നെ ആളുകൾ പുറകിൽ നിന്ന് കുത്തുക, പ്രണയ നൈരാശ്യം വരിക, ജോലി നഷ്ടപ്പെടുക, ഇതൊക്കെയാണ് 10 ഓഫ് സോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊന്ന് സൂക്ഷിക്കണം. മറ്റുള്ള ആളുകളുടെ മറ്റുള്ള ആളുകളുടെ പ്രോബ്ലം കൊണ്ടാണ്. കാരണം അത് കാർമിക് സിറ്റുവേഷൻ ആണല്ലോ. മേ ബി നിങ്ങൾ തന്നെ പാസ്റ്റിൽ ചെയ്തിട്ടുള്ള തെറ്റുകൾ കൊണ്ടായിരിക്കാം, അതിൻ്റെ ഫലമായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് നിങ്ങൾ ചെയ്തിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം. അവിടെ ഒരു കോൺഫ്ലിക്റ്റോ അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഒരു ഇൻ്റർഫിയറൻസ് ഉണ്ട് അവിടെ. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഇതൊരു ശരിക്കും പറഞ്ഞൊരു ഡെത്താണ്.
എന്താണ് വാളൊക്കെ കൊണ്ടിട്ട് ഒരാൾ തറയിൽ കിടക്കാന്ന് പറഞ്ഞാൽ അയാൾക്ക് എണീക്കാൻ പറ്റൂല. അപ്പോൾ അയാൾ അത്രത്തോളം വീണ് പോകുന്നൊരവസ്ഥയാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരു കാർമിക് സിറ്റുവേഷൻ്റെ എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. ദെൻ എംപ്രസ് ആണ്. വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും, വളരെ മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നേടാൻ പറ്റും, പിന്നെ വളരെ ക്രിയേറ്റീവായിട്ടിരിക്കാൻ പറ്റും, പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക, പുതിയ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക, അതിൽ നിന്ന് ഏൺ ചെയ്യുക, അതൊക്കെയാണ് ക്രിയേറ്റിവിറ്റിയുടെ കാർഡാണ്. ദെൻ ഫെർട്ടിലിറ്റി, പ്രഗ്നൻസി ഒക്കെ ട്രൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ് കോഴ്സ് ഇന്ന് നിങ്ങളുടെ പ്രഗ്നൻസി റിവീൽ ആവുന്നതോ കുഞ്ഞാവ ഉണ്ടാവുന്നതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പോസിബിലിറ്റി ഉണ്ടെന്ന് നിങ്ങൾ അറിയുന്നതാവാനും സാധ്യതയുണ്ട്. അതാണ് എംപ്രസിൻ്റെ എനർജി പറയുന്നത്. ഇതിനകത്ത് മറ്റൊരു ചതിയുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് ആളുകൾ പുറത്ത് മോശം പറയുന്നുണ്ടാവും. അതായത് ഗോസിപ്പിങ് പുറത്ത് നടക്കാൻ സാധ്യതയുണ്ട്. ഡീഫമേഷനും ഉണ്ട്, അതായത് ഡീഫെയിം ചെയ്യുക, നിങ്ങളെക്കുറിച്ച് മോശം കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളും ചിലപ്പോൾ ഇന്നേ ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും അല്ല കേട്ടോ, കുറച്ച് പേർക്ക്. ഞാൻ സ്ട്രെങ്ത് കാർഡാണ്. നിങ്ങൾ വളരെ സ്ട്രോങ് ആവണം. നിങ്ങളെ കുറച്ചധികം കാര്യങ്ങൾ പഠിപ്പിച്ച് നിങ്ങളെ ബോൾഡാക്കി എടുത്തിട്ട് ഈ യൂണിവേഴ്സിന് നിങ്ങളെക്കൊണ്ട് മറ്റെന്തോ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ കുറച്ചധികം സ്ട്രോങ് ആക്കേണ്ടത് കൊണ്ട് കുറച്ച് ഒരു ഈ എന്താ നമ്മൾ ഉപയോഗിക്കുന്ന നല്ല മൂർച്ചയുള്ള കത്തിയും വാളും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ ഇരുമ്പെന്ന് പറയുന്ന സാധനം ഒരുപാട് യാതനകൾ സഹിക്കേണ്ടി വരത്തില്ലേ, അതുപോലെയാണ്. അപ്പോൾ നിങ്ങളെ വളരെ സ്ട്രോങ് ആൻഡ് ബോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കുറച്ചധികം പരീക്ഷണങ്ങളിൽ കൂടെ കൊണ്ടുപോകുന്നുണ്ടായിരിക്കും ഈ സമയത്ത്. അപ്പോൾ നിങ്ങൾ കുറേ അധികം ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയെന്ന് നിങ്ങൾക്കും മനസ്സിലാവുന്നുണ്ടാവും. നിങ്ങളിന്ന് വളരെ എന്താ കായികമായിട്ടോ അല്ലെങ്കിൽ ഒന്നും നമുക്കൊരാളെ തോൽപ്പിക്കാൻ പറ്റാത്ത ഇടങ്ങളിൽ നമുക്ക് മാനസികമായിട്ട് അവരോട് അടുപ്പം ഉണ്ടാക്കി നമുക്കവരെ നമ്മുടെ വരുതിക്കാക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ വളരെ സ്ട്രോങ് ആയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു ദിവസമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, 2 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ്, ഓപ്ഷൻസ് ഒക്കെ ഒന്നിലധികം ഉണ്ട്, പ്രയോറിറ്റി ഒന്നിലധികം ഉണ്ട്. ജോലി വരുമ്പോൾ 2 ജോലി കിട്ടും, പണം വരുമ്പോൾ 2 ഇടത്തുനിന്ന് പണം വരും, എവിടെയെങ്കിലും പോകാനാണെങ്കിൽ 2 ഇടത്ത് പോകേണ്ടി ഉണ്ടാവും. അങ്ങനെ 2 ആണ്. അപ്പോൾ ഡ്യുവാലിറ്റി ആണ്, അതുമല്ല പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ പണവുമായി ബന്ധപ്പെട്ടായിരിക്കാം, മെറ്റീരിയൽ ബെനിഫിറ്റ്സുമായി ബന്ധപ്പെട്ടായിരിക്കാം 2 കാര്യങ്ങൾ. ഓപ്പർച്യൂണിറ്റീസ് ആവാൻ, ജോബായിരിക്കാം, പണമായിരിക്കാം, എല്ലാം 2 ആണ് കേട്ടോ. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്ന ദിവസം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ, അത് വേണോ ഇത് വേണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവുക. പ്രയോറിറ്റി, ഒന്നിലധികം പ്രയോറിറ്റി, ഒന്നിലധികം ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവുമല്ലോ, ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷൻ. അപ്പോൾ ആ ഒരു എനർജിയാണ് 2 ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. ദെൻ 8 ഓഫ് സോർട്സ് ആണ്. ചിലയിടങ്ങളിൽ നിങ്ങൾ കണ്ണടച്ച് നിൽക്കുന്നതാണ്, ചിലയിടങ്ങളിൽ ചില കാര്യങ്ങൾ ഞാൻ കേൾക്കാൻ തയ്യാറല്ല, എൻ്റെ തീരുമാനമാണ് ശരി എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്റ്റബേൺ ആയിട്ട് നിൽക്കുന്നു. നിങ്ങൾ ആ ബിലീഫിൽ നിന്ന് മാറാൻ തയ്യാറല്ല. അത് ഞാൻ കണ്ടതാണ്, അതാണ് ശരി എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അതല്ലായിരിക്കും ശരി, അപ്പുറത്ത് മറ്റൊരു ശരി ഉണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതിനെ മാത്രം വിശ്വസിക്കുന്നു. ആ കണ്ണ് മറച്ചു കളഞ്ഞ ചില കാഴ്ചകളുണ്ട്, അതിനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. അപ്പോൾ നിങ്ങളൊരു ബൗണ്ടറിക്കുള്ളിൽ നിൽക്കുന്നതായിട്ടും റെസ്ട്രിക്റ്റഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നു. മറ്റുള്ളവരോട് മിങ്കിൾ ചെയ്യാതെ, മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ കൂട്ടാക്കാതെ നിങ്ങൾ ഒരു ബൗണ്ടറി ഉണ്ടാക്കി അതിനകത്ത് നിൽക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ നിങ്ങളുടേതായ ഒരു കൊക്കൂണിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പിന്നെ കുറച്ച് പേര് കേസ് കോടതിയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടുപോകാൻ സാധ്യതയുണ്ട്, സൂക്ഷിക്കണം കേട്ടോ. 4 ഓഫ് പെൻറ്റക്കിൾസ്, പണത്തിന് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് പണത്തിന്. അതുപോലെ പിശുക്കത്തരം കാണിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് ഗ്രോത്ത് ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഇത് മാനസികമായിട്ടും ഒറ്റപ്പെട്ട പോലെയും അതുപോലെ ആരോടും ഒരു മിങ്കിൾ ചെയ്യാനൊന്നും താല്പര്യമില്ലാത്ത പോലെയൊക്കെയാണ് കാണുന്നത്. ഈ 4 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ നമ്മളിൽ തന്നെ ഒതുങ്ങുക, മറ്റുള്ളവരിലേക്ക് പോകാൻ തയ്യാറല്ല, മറ്റുള്ളവർക്കൊന്നും കൊടുക്കാൻ തയ്യാറല്ല. സ്നേഹമായാലും പണമായാലും നമ്മുടെ കയ്യിലുള്ള അറിവായാലും ഒന്നും നമ്മൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. അതാണ് ഈ 4 ഓഫ് പെൻറ്റക്കിൾസ്. അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമില്ല. നമ്മൾ എത്രത്തോളം ട്രാൻസ്പെറൻ്റ് ആവുന്നോ, എത്രത്തോളം നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നു, അത്രത്തോളം നമ്മളിലേക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് വന്നു ചേരും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ജഡ്ജ്മെൻറ്റാണ്. നിങ്ങളിങ്ങനെ ഓവർ തിങ്ക് അങ്ങനെ ആയിരിക്കും, അതിങ്ങനെ ആയിരിക്കും, അത് ശരിയായി, അങ്ങനെ ഞാൻ അങ്ങനെ കണ്ടു, അപ്പോൾ അതാണ് ശരി, ഇത് അങ്ങനെ ഉണ്ട്, ഇതാണ് ശരി എന്നാൽ നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യാണ്. ഓവർ തിങ്ക് ചെയ്തിട്ട് നിങ്ങളിങ്ങനെ ആലോചിച്ച് ജഡ്ജ്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എനർജിയാണിത്. ചിലപ്പോൾ നിങ്ങൾ ജഡ്ജ്മെൻറ്റ് ചെയ്യപ്പെടാനും നിങ്ങളെ ജഡ്ജ്മെൻറ്റ് ചെയ്യപ്പെടാനും അതായത് നിങ്ങൾ മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാനും നിങ്ങളെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യാനും സാധ്യതയുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, ആൾക്കാരോട് സംസാരിക്കുകയാണെങ്കിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യണം. അതുപോലെ ആളുകളോട് വല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് ചെന്ന് സംസാരിക്കേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ജോലിയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ ചിലപ്പോൾ ചെക്കിങ് നടക്കുക, അല്ലെങ്കിൽ ഓഡിറ്റ് നടക്കുക, അങ്ങനെയുള്ള കണക്കെടുപ്പ്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ. ശരിയാണല്ലോ. ഓക്കെ,
29 ആവുമല്ലോ അല്ലേ. അപ്പോൾ ചെക്കിങ്, കണക്കെടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നടക്കാനായിട്ട് സാധ്യതയുണ്ട്. അതാണ് ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡ്. ലവേഴ്സാണ്, ലവ് ആൻഡ് സെക്ഷുവാലിറ്റിയാണ് ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കൊക്കെയോ നല്ല നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നല്ല സമയങ്ങൾ ചെലവിടാൻ പറ്റുന്നു, നിങ്ങളുടെ പാർട്ട്ണറോടൊപ്പം ചേർന്ന് വളരെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഈ ലവേഴ്സിൻ്റെ എനർജി പറയുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ നിങ്ങളുടെ ലവർ ആയിരുന്ന ഒരു വ്യക്തിയെ മേ ബി നിങ്ങൾ ഇന്ന് അവരെ നിങ്ങളുടെ സോൾമേറ്റ് ആണെന്നും നിങ്ങൾക്ക് അവരോട് മുമ്പ് എന്തോ ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നാനും ചിലപ്പോൾ അത്തരത്തിലുള്ള ഒരാളെ ഇന്ന് നിങ്ങൾ മീറ്റ് ചെയ്യാനൊക്കെ സാധ്യത ഉള്ളതായിട്ടാണ് ഈ ലവേഴ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, ദെൻ 6 ഓഫ് വാണ്ട്സ് ആണിത്. ഇതൊരു റിയൂണിയൻ്റെ കാർഡാണ്, സോൾമേറ്റ് കാർഡാണ്. അതുപോലെ തന്നെ 6 ഓഫ് വാണ്ട്സും റിയൂണിയൻ്റെ കാർഡാണ്. അപ്പോൾ ഇന്നൊരു റിയൂണിയൻ്റെ പോസിബിലിറ്റി നമുക്ക് തള്ളിക്കളയാൻ വയ്യ. നൈറ്റ് ഓഫ് കപ്സ് ആണ് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ കാത്തിരുന്നൊരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. ഇത് എത്ര പേർക്ക് റെസണേറ്റ് ആവുമെന്ന് അറിയത്തില്ല. പക്ഷേ പാസ്റ്റ് ലൈഫിൽ നിന്ന് ലവേഴ്സ് ആയിരുന്ന ആളുകൾ അവരുടെ കർമ്മ ഈ കാണുന്ന എല്ലാം അങ്ങനെയാണ്. ഈ കർമ്മയിൽ അവർ ഫെഡപ്പ് ആയിട്ടിരിക്കുകയാണ്. അവർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടാവും ആ റിലേഷൻഷിപ്പിൽ. അവർ പക്ഷേ ബ്രോക്കൺ ആണ്, അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. നാണക്കേട് സഹിച്ചിട്ടുണ്ടാവും, പേരുദോഷം കേട്ടിട്ടുണ്ടാവും, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, വേണോ വേണ്ടെന്ന് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും. കുറേ നാൾ അവരെ വിട്ടിട്ട് ഒറ്റപ്പെട്ട പോലെ നിന്നിട്ടുണ്ടാവും. അവരടുത്ത് വരുന്ന സമയത്ത് അവരെ കൺട്രോൾ ചെയ്ത് അവരെ മാറ്റി വിട്ടിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ ജഡ്ജ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവരെ വേണമെന്നായിരിക്കും ചിലപ്പോൾ തോന്നുന്നത്. അപ്പോൾ അവിടെ ഒരു റീയൂണിയൻ പോസിബിലിറ്റി ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത്. ഈ ലവേഴ്സും 6 ഓഫ് വാണ്ട്സും നൈറ്റ് ഓഫ് കപ്സും പറയുന്നത് റിയൂണിയൻ്റെ കാർഡ് തന്നെയാണ്. നൈറ്റ് ഓഫ് കപ്സ് കാത്തിരുന്ന ഒരു റിലേഷൻ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കേട്ടോ. പിന്നെ ഇതെന്താണെന്ന് വെച്ചാലേ, നിങ്ങൾക്ക് ചില ആളുകളിൽ നിന്ന് പണം സഹായം കിട്ടാൻ സാധ്യതയുണ്ട്, ഒരു ജോബ് ഓഫർ കിട്ടാൻ സാധ്യതയുണ്ട്, കാത്തിരുന്ന ഒരു പ്രണയം നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നൊക്കെയാണ് ഈ നൈറ്റ് ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വേറൊരു ഗൈഡൻസ് എടുക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നും. ഇതാണ് ഇന്നത്തെ ഒരു മൊത്തത്തിലുള്ള എനർജി എന്ന് പറയുന്നത്. ഇത് ആക്ട് അക്കോർഡിംഗ്ലി കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യാൻ തോന്നുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ബിഹേവ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എല്ലാത്തിലും ഒരു നല്ലതുകൊണ്ട് ചീത്തയുണ്ട്, നല്ലതിനെ മാത്രം എടുത്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണുള്ളത് കേട്ടോ. എന്നോട് ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് കോൺടാക്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പം പഴയ മെസ്സേജ് ആയതുകൊണ്ട് പഴയ വീഡിയോസിലാണ് ഇത് വന്ന് ചോദിക്കുന്നത്. അപ്പം നമുക്ക് പെട്ടെന്ന് നമ്മളത് ശ്രദ്ധിക്കത്തില്ല. പുതിയ വീഡിയോസൊക്കെ ആണെങ്കിൽ നമ്മൾ എല്ലാം കമൻറ്റ്സ് ചെക്ക് ചെയ്യും. പക്ഷേ പഴയതിലോട്ട് ചിലപ്പോൾ നമ്മൾ നോക്കിയെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് കേട്ടോ. കുറേ ദിവസം കൊണ്ട് റിപ്പീറ്റഡ്ലി ചോദിക്കുന്നുണ്ടായിരുന്നു. കമൻറ്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നമ്പർ ഉള്ളത് കേട്ടോ. ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യുക. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താണെന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.